ചിത്രകലയോട് ആഭിമുഖ്യമുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യ പരിശീലനം ലക്ഷ്യമിട്ട ഒരു ആർട്ട് ഗാലറി. ആലപ്പുഴ കായംകുളം കണ്ടല്ലൂർ മാടമ്പിൽ ക്ഷേത്രത്തിന് സമീപമാണ് വേറിട്ട ആശയവുമായി ആർട്ട് ഗാലറി ആരംഭിച്ചത്. ചിത്രകാരന്മാരുടെ സഹകരണവും ഗാലറിയെ വ്യത്യസ്തമാക്കുന്നു. സ്വന്തം നാട്ടിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചിത്രകല അഭ്യസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനായി ചിത്രകാരിയായ ഭാര്യ ചിത്രയ്ക്ക് വേണ്ടി ഭർത്താവ് ജ്യോതിനാരായണനാണ് സ്വന്തം വീട്ടുമുറ്റത്ത് ആർട്ട് ഗാലറി നിർമ്മിച്ചത്. ചിത്രജ്യോതി ആർട്ട് ഗലേറിയ ആർട്ട് സ്റ്റുഡിയോ എന്ന പേരിലാണ് പ്രവർത്തനം. കൃഷ്ണപുരത്തെ ശങ്കർ മ്യൂസിയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സാഗ ആർട്ട് ഗ്രൂപ്പിന്റെയും കേരള ചിത്രകലാ പരിഷത്തിന്റെയും സഹകരണവും ഭിന്നശേഷി കുട്ടികളുടെ പരിശീലനത്തിനുണ്ടാകും. തിരുവനന്തപുരത്തെ മാജിക് പ്ലാനറ്റ് സന്ദർശിച്ചപ്പോഴുണ്ടായ ആഗ്രഹമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായതെന്ന് ചിത്രജ്യോതി പറഞ്ഞു. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരുടെ ടാലന്റ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതമുണ്ടായത്. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ എങ്ങനെ തോന്നി, ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി കുട്ടികളുണ്ടല്ലോ, അപ്പോൾ ഇവർക്കൊക്കെ ഇതുപോലെ നമ്മൾ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക്, അതായത് അവരെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. നമ്മുടെ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. മറ്റു വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനത്തിനും ഇവിടെ സൗകര്യമൊരുക്കും. ഗ്രാമപ്രദേശത്ത് ആധുനിക സൗകര്യങ്ങളോടെയുള്ള ആർട്ട് ഗാലറിയാണ് ഇതെന്നാണ് NCC വകുപ്പിൽ അക്കൗണ്ട്സ് ഓഫീസറായ ജ്യോതി നാരായണൻ അവകാശപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഇവിടെ എത്തി ഇത് ഉദ്ഘാടനം ചെയ്തു തന്നതിൽ ഞങ്ങൾക്ക് എല്ലാവരോടും അകമഴിഞ്ഞ നന്ദിയാണുള്ളത്. തുടർന്നും ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും എല്ലാ സഹകരണവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. മകൾ അഭിരാമിയും കുടുംബാംഗങ്ങളും നൽകുന്ന പിന്തുണ വലുതാണെന്നും ചിത്ര പറയുന്നു. ആർട്ട് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം NCC മേധാവി മേജർ ജനറൽ JS മങ്ങാട് നിർവഹിച്ചു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാക്ഷി അധ്യക്ഷത വഹിച്ചു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. News 18 കായംകുളം.